പിടിച്ചോ. നമസ്കാരം. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഇത് രാമദാസിന്റെ പേരിലുള്ള കടയല്ലേ? അതെ മേഡം, ഞാൻ തന്നെ രാമദാസ്. അപ്പോൾ ഇതോ സാർ, അത് ഈ കുട്ടികൾ വരുന്ന സമയത്ത് മുട്ടയെല്ലാം മേടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് സാർ. ഇങ്ങനെ കൈമിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലേ? അറിയാം സാർ. ഇനിമേലിൽ ഇത്തവണയെങ്കിലും ക്ഷമിക്കുക. ഇനിമേലിൽ ഞാൻ ആവർത്തിക്കില്ല ഇത്. നിങ്ങൾ ലൈസൻസും മറ്റ് പേപ്പറെല്ലാം എടുക്കും. ഉണ്ടല്ലോ മേഡം. പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ്, ഇതിന് 10,000 രൂപ പിഴ അടക്കേണ്ടി വരും. എൻ്റെ ഭഗവാനെ സാർ, ആകെ 1000-2000 റുപ്യ ഒരു മാസം പണിയെടുത്താൽ കിട്ടുന്നതാണ്. നേടുന്ന സാറേ 10,000 റുപ്യ അടക്കേണ്ടത് ഞാൻ. അടച്ചേ പറ്റൂ. ഇതൊക്കെ മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഞങ്ങൾക്കത് നടപ്പാക്കിയേ പറ്റൂ. ഒരു 100-200 റുപ്യല്ല ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ഈ 10,000 റുപ്യ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ സാറേ? നമുക്ക് ഓരോരോ മാസം പണിയെടുത്താൽ കിട്ടുന്ന പൈസ നമുക്കാവില്ല. ഇതെന്താ നമ്മ പിരിവിന് വന്നതാ അല്ലേ? എന്തോ പിടിച്ചു പറയാൻ പറ്റാന്നോ? എന്താ പറഞ്ഞത്? അല്ല, വല്ല വിട്ടുവീഴ്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നില്ല ഇത് പറഞ്ഞതാണ് സാർ. ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല സാർ. 1000 ഒരു മാസം പണിയെടുത്താൽ കിട്ടുന്നത് 10,000 റുപ്യ എനിക്ക് കിട്ടുന്നത്. ഞാൻ ഏടുന്ന സാറേ അടക്കേണ്ടത്? ഒരു 8,000 രൂപയെങ്കിലും അടക്കേണ്ടി വരും. അയ്യോ സാർ, ഞാൻ ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇല്ലെങ്കിൽ കേസാവും. ചെയ്യാ ഭഗവാനെ. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നു. അത് ഞങ്ങൾ താഴെ വന്നിട്ട് നടപ്പാക്കുന്നു. അത്രയേ ഉള്ളൂ. ശരി. ആ റെസീറ്റ് എഴുതുക. അല്ലാ, ഇത് പ്ലാസ്റ്റിക് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണെന്നല്ല തോന്നുന്നത്. ഇങ്ങോട്ട് ബെറ്റ്. ഇവർക്കില്ലേ പണിയേ, ഞാൻ കൊടുക്കാം. ബഷീറിൻ്റെ അടിക്കുക കളി. ഇങ്ങോട്ട് ബാ മക്കളെ, ഞാൻ തരാം. അടക്ക് ഉണ്ട് മക്കളെ, പണിയുണ്ട്. ഇത് ഓർത്തു കാണുന്നതിൽ. അല്ലോ, അതാണ് പണി. എടുക്കട്ടെ. ഈൻ്റെ ഉള്ളിൽ നിന്ന് ഓനെടുക്കും. അതോ മുണ്ടെല്ലാം പോണ. ഈൻ്റെ ഉള്ളിൽ നിന്ന് ഓനെടുക്കൂലല്ലോ. കാണിച്ചു തരാം. ഇപ്പൊ തീരും. നല്ല പുയ്യാപ്പിളുണ്ട്. വേമ്പാ വേമ്പാ. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. മീനുണ്ട് അവിടെ. 2 ദിവസമായി മീനൊന്നും കിട്ടാത്തത്. നമുക്ക് മീൻ മേടിച്ചാലോ? കുറച്ച് മേഡത്തിന് വേണോ? നോക്കട്ടെ. വേമ്പാ സാറേ, മീനുണ്ട്. നല്ല മീനാണ്, പടക്കുന്ന മീനാണ്. നോക്ക് നോക്ക്. എത്ര കിലോന്?
കിലോന് ഒന്ന് പുയ്യാപ്പള 200. ഇത് നല്ല അടാണ് 260 കിലോ. ഭയങ്കര വിലയായി പോയില്ലേ? അത് അല്ല സാറേ അമ്മക്കും ജീവിക്കണ്ട്. ഇങ്ങ എന്താ പറയുന്നത്? പുയ്യാപ്പള എടുക്കട്ടെ സാർ. അടുത്ത 1 കിലോ എടുത്തോ. നല്ല പടക്കുന്ന സാധന. ആ വെള്ളം തെറിച്ചില്ലടോ. എന്നാടോ നീയല്ല ഏത് കാലത്താണ് നിൽക്കുന്നത്? ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറൊന്നും ഇല്ലേ? പ്ലാസ്റ്റിക്കിന്റെ കവറാ? ആ അല്ല ഇങ്ങല്ലേ ഇപ്പൊ ആ പാവത്താന്റെ പിടിന്ന് പ്ലാസ്റ്റിക് കുടിച്ചിട്ട് പൈസ ആക്കിയത്? ഇങ്ങനെ രണ്ടാളും അല്ലേ ഇപ്പൊ ചെയ്ത്? ഇപ്പൊ എന്നോട് പ്ലാസ്റ്റിക് വെക്കാനാ? എന്റെ അന്യം കൂടെ പിടിക്കാനാ? ആ അമ്മായി ഒന്നും ബഷീറിന്റെ അടുക്കാൻ നടക്കൂല കേട്ടാ. എടോ ഇതിപ്പോ ഞാൻ മേടിക്കണമെങ്കിൽ ഒരു ചട്ടി എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കഴിയുമോ? ആ താൻ അതൊന്നും വേണ്ട. താൻ ഒരു കൊട്ടയിൽ എടുത്തിട്ടാ ഇങ്ങോട്ട് ഇട്ടതാ എനക്ക്. കുരുക്കൊക്കെ അടുപ്പിലും ആവാ അല്ല സാറേ? അതൊന്നും സാരില്ല. അതെല്ലാം മേലിൽ ഉത്തരവല്ലേ? അതൊന്നും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് അമ്മ തരാം. നമ്മളെ പേരിൽ പേരൊന്നും ഉണ്ടാക്കല്ലേ. ആ നമ്മളെടുക്കുന്ന പ്ലാസ്റ്റിക് ഒന്ന് പിടിച്ചാലേ കാര്യം നടക്കൂല. നിങ്ങൾക്ക് വേണ്ടുന്ന ഇതാ. അപ്പൊ ഇതെല്ലാം ഉണ്ടല്ലേ കൈമല്? പിന്നെ അല്ലാണ്ടോ ജീവിക്കണ്ടേ സാറേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നാലാണ് 10 റുപ്യ കിട്ടുക. നമ്മളെ മക്കൾക്കും ചോറ് തിന്നണ്ടേ സാറേ? പെടപെടാ പെടപെടാ പെടപെടാ.